ശ്രീ അതെ അതെ അജയകുമാറാണ് അതെ. ചങ്ങനാശ്ശേരിയിൽ നിന്ന്. ശ്രീ അജയകുമാർ, യഥാർത്ഥത്തിൽ ഈ ലോകത്തെ യുദ്ധം നീണ്ടുപോകും തോറും അമേരിക്കയുടെ ഭാഗത്ത് ഭീകരമായ സാമ്പത്തിക ചെലവ്, ആയുധങ്ങൾ, എത്രയോ കോടികളുടെ ആയുധങ്ങളാണ് ഓരോ ദിവസവും കത്തിയെരിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്, ജനങ്ങളുടെ ജീവന് ഭീഷണിയായി നിൽക്കുന്നു. ഇന്ന് കേരളത്തിലെ സാധാരണ അടുക്കളയിൽ പോലും ഇന്ന് ആ യുദ്ധം ബാധിച്ചിരിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഇതിങ്ങനെ നീണ്ടുപോകാൻ കാരണം? ഇത് എനിക്ക് തോന്നുന്നത് ഇത് കൃത്യമായിട്ട് അമേരിക്കയ്ക്ക് അവരുടെ കണക്കുകൂട്ടൽ തെറ്റിപ്പോയി. അല്ലെങ്കിൽ അവർ മനഃപൂർവ്വമായിട്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇപ്പൊ ഇറാനെ അത്ര ഈസി ആയിട്ട് കീഴടക്കാൻ പറ്റില്ലെന്നതിന്റെ തുടക്ക സമയത്ത് ചർച്ചകളിലൊക്കെ ഉയർന്നു വന്നതൊക്കെ നമ്മളൊക്കെ തമ്മിൽ പരസ്പരം സംസാരിച്ചിട്ടുള്ള ഇതുപോലുള്ള വേദികളിലൊക്കെ. കാരണം ഇറാന്റെ ഫണ്ടമെന്റൽ അത്ര സ്ട്രോങ് ആണ്. അതല്ലായിരുന്നുവെങ്കിൽ ഇറാഖിൽ സംഭവിച്ചതുപോലെ അല്ലെങ്കിൽ ലിബിയയിൽ സംഭവിച്ച പോലെ ആഭ്യന്തര കലാപം ഇറാനിൽ ഉണ്ടാകണമായിരുന്നു. ഇവർ വിചാരിച്ചത് ഇപ്പൊ ഖൊമേനിയെ എലിമിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷിച്ച് അതുണ്ടായില്ല. അപ്പൊ ഇനിയും നടക്കത്തില്ല. ഇനിയും ബൂട്ട്സ് ഓൺ ദ ഗ്രൗണ്ട്, താഴെ ഇറങ്ങി യുദ്ധം ചെയ്യണം. അതിന് അമേരിക്ക തയ്യാറുമല്ല. അപ്പോൾ ഇത് ഇങ്ങനെ നീണ്ടുപോകാനാണ് സാധ്യത. ഇങ്ങനെ നീണ്ടുപോകും തോറും ഇതിന്റെ എക്കണോമിക് ആയിട്ടുള്ള അപകടങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ പോകുന്നത് ഇന്ത്യക്കും ചൈനയ്ക്കുമാണ്. അമേരിക്കക്കായി കൂടുതൽ. അമേരിക്കയ്ക്ക് അവരുടെ ആംസും ഒക്കെ ഉപയോഗിക്കുന്നതിന്റെ പോലെ തന്നെ അതിനപ്പുറത്തേക്ക് നമ്മൾക്കും ചൈനയ്ക്കും ഒക്കെയാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ. നമ്മൾ ഏറ്റവും വലിയ കൺസ്യൂമർ രാഷ്ട്രങ്ങൾ. 85% പെട്രോളിയം നമ്മൾ അല്ലെങ്കിൽ ഫ്യൂവൽ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നവരാണ് നമ്മൾ. അപ്പൊ ഈ ഭാഗത്തു കൂടി അത് വരുന്നതിന് തടസ്സം സൃഷ്ടിക്കുകയും മറ്റു വഴിക്കൂടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ വില കൂടുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ എക്കണോമിയെ ഭയങ്കര സിവിയറായിട്ട് ഇത് ബാധിക്കുന്ന ആളെ. അമേരിക്കയുടെ ആവശ്യവും അതാണ്, ചൈനയെ തകർക്കുക. ഉറപ്പായിട്ടും ഇന്ത്യയും അതുപോലെ താങ്കൾ തന്നെ പറയുന്നത് അജയകുമാർ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. പല നിരീക്ഷകരും അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ യുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം തന്നെ ചൈനയെ പോലെ ഒരു രാജ്യത്തെ, ഒപ്പം ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തെയൊക്കെ സാമ്പത്തികമായി പിന്നോട്ടടിക്കുക, അവരുടെ സാമ്പത്തികമായി മുന്നോട്ടുള്ള യാത്രയെ ഞെരുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഈ എണ്ണയുടെ ഇന്ധന നീക്കത്തെയൊക്കെ തടഞ്ഞു നിർത്തുക വഴിയുണ്ട്. അമേരിക്കയ്ക്ക് അങ്ങനെ ഒരു ഗൂഢ ഉദ്ദേശം കൂടി ഇതിന് പിന്നിലുണ്ട് എന്നൊക്കെ ഉള്ള നിരീക്ഷണങ്ങളുമുണ്ട്. ഉണ്ട്. ശക്തമായിട്ട് നമുക്കത് പ്രകടമായിട്ട് കാണാൻ പറ്റും. ഈ അടുത്ത കാലത്ത് തന്നെ ഈ താരിഫ് ടാക്സിന്റെ ഒക്കെ വിഷയങ്ങളൊക്കെ വന്നപ്പോഴേ ഇന്ത്യയും ചൈനയും ഒക്കെ അത് വളരെ 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 എന്താണ് ഭാരമാകുമെന്ന് അമേരിക്ക വിചാരിച്ചിട്ടും അതേ രീതിയിലൊന്നും ഇവിടെയെങ്ങും ഒന്നും സംഭവിച്ചില്ല. അപ്പൊ അതൊക്കെ അമേരിക്കയെ അത് വിരളി പിടിപ്പിക്കുന്നുണ്ട്. ഒരിക്കലും അമേരിക്കയോട് അടുത്ത് പോലും എത്താൻ മറ്റു രാഷ്ട്രങ്ങൾ ഉണ്ടാകരുതേ എന്ന് ചിന്തിക്കുന്ന ഒരു വല്ലാത്ത ഈഗോ ഉള്ളവരാണ് ഈ അമേരിക്കൻസ്. അത് ട്രംപ് ആയിക്കോട്ടെ, നാളെ മറ്റൊരാൾ വന്നാലും അത് തന്നെയാണ് അവർക്കുള്ളത്. അപ്പം ഇതിനെ നേരിടുക എന്ന് പറഞ്ഞാൽ മറ്റുള്ള രാഷ്ട്രങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് വേണം. അതൊക്കെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് അതിന് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഇത് ഇപ്പം എവിടെയെങ്കിലും എത്തി കുറച്ച് കഴിയുമ്പോൾ